ട്രംപ് ആരംഭിച്ച സൈനിക നടപടികൾക്ക് അമേരിക്കൻ സെനറ്റിന്റെ നിർണായക പിന്തുണ. ഇതോടെ ഇറാനെതിരെ പോരാട്ടം കൂടുതൽ രൂക്ഷമാകാൻ ഇനി ട്രംപിന് കഴിയും. ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും നശിപ്പിക്കും വരെ യുദ്ധം തുടരാനാണ് നിലവിൽ യുഎസും ഇസ്രയേലും ഉദ്ദേശിക്കുന്നത്. ട്രംപിന് കൂടുതൽ കരുത്തൻ. നിർണായക വിജയം നേടി യുഎസ് പ്രസിഡന്റ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടികൾക്ക് സെനറ്റിന്റെ നിർണായക പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. യുദ്ധത്തിന് മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധനയോടെ സൈനിക നീക്കം തടയാൻ കൊണ്ടുവന്ന ഉഭയകക്ഷി പ്രമേയമാണ് ഇപ്പോൾ സെനറ്റ് വോട്ടിനിട്ട് തള്ളിയിരിക്കുന്നത്. 100-അംഗ സെനറ്റിൽ നടന്ന വോട്ടെടുപ്പായിരുന്നു. ഇതിൽ 47-നെതിരെ 52 വോട്ടുകൾക്കാണ് പ്രമേയം പരാജയപ്പെട്ടിരിക്കുന്നത്. അതോടെ നിയമനിർമ്മാണ സഭയുടെ തടസ്സങ്ങളില്ലാതെ കടുത്ത ആക്രമണം ഇറാനിൽ തുടരാൻ ട്രംപിന് രാഷ്ട്രീയമായ കരുത്ത് ലഭിച്ചുവെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ഭീഷണിയാണെന്നും സൈനിക നടപടി അനിവാര്യമാണെന്നുള്ള ട്രംപിന്റെ വാദത്തെയാണ് സെനറ്റ് ശരിവെച്ചത്. സൈനിക നടപടികൾ ആരംഭിച്ച് 5 ദിവസം പിന്നിടുമ്പോൾ ലഭിച്ച പിന്തുണ ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു ആശ്വാസം തന്നെയാണ് നിലവിലെ സ്ഥിതിഗതികളിൽ നിന്നും നൽകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആയുധശേഖരത്തെക്കുറിച്ചും സൈനിക വിന്യാസത്തെക്കുറിച്ചും രാജ്യത്തിനകത്ത് ചർച്ചകളുണ്ട്. ഇതിനിടയിലും നിയമനിർമ്മാണ സഭയുടെ പിന്തുണ ലഭിച്ചതോടുകൂടി ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് വൈറ്റ് ഹൌസിന്റെയും തീരുമാനം. മാത്രമല്ല, ഇതുവരെയുള്ള ഇറാനെതിരെയുള്ള സൈനിക നീക്കം വിജയമാണെന്നാണ് ട്രംപ് പറയുന്നത്. സൈന്യം പ്രതീക്ഷിച്ചതിലും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രം ആഗോള ശക്തികളുടെ യുദ്ധവേദിയായി മാറുന്നുവെന്ന റിപ്പോർട്ടുകൾ ആശങ്ക പടർത്തുന്ന ഒന്നാണ്. ഇതുവരെ കാണാത്ത ചില മാറ്റങ്ങൾ കാണുന്നത്. ഇത് ആഗോള ശക്തികളുടെ യുദ്ധവേദിയായി മാറുന്നുവെന്ന ആശങ്ക പടർത്തുന്നു. വിശാഖപട്ടണത്ത് നടന്ന നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഇറാന്റെ ഐറിസ് ധന എന്ന യുദ്ധക്കപ്പലിനെ ശ്രീലങ്കൻ തീരത്ത് വെച്ചാണ് അമേരിക്കൻ അന്തർവാഹിനി ആക്രമിച്ചത്. കപ്പൽ ആക്രമിച്ചു മുക്കിയത് മേഖലയെ കടുത്ത യുദ്ധഭീതിയിലും ആഴ്ത്തിയിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു സൈനിക നീക്കമെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് രഹസ്യ കേന്ദ്രങ്ങളിൽ ഇറാന് വലിയ ആയുധശേഖരമുണ്ടെന്ന് അമേരിക്ക ആരോപിക്കുമ്പോഴും ഇറാനിലേക്ക് കരസേനയെ അയക്കാൻ നിലവിൽ പദ്ധതിയില്ലെന്നാണ് വൈറ്റ് ഹൌസ് വിശദീകരിക്കുന്നത്. കൂടാതെ സെനറ്റിന്റെ പിന്തുണ ലഭിച്ചതോടുകൂടി തന്നെ വരും ദിവസങ്ങളിലെ ആക്രമണം ഏത് രീതിയിലായിരിക്കും ശക്തമാക്കുന്നതെന്നാണ് ഉറ്റുനോക്കേണ്ടത്. അമേരിക്കയുടെ തീരുമാനം ഇതിൽ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.